ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹോം സയൻസ് ആണ് നോക്കാൻ പോണത്. ഹോം സയൻസിൽ നെക്സ്റ്റ് ചാപ്റ്റർ കൺസേൺസ് ആൻഡ് ഇഷ്യൂസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, മനുഷ്യ വികസനത്തിലെ ആശയങ്ങളും പ്രശ്നങ്ങളും. കൺസേൺസ് ആൻഡ് ഇഷ്യൂസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ അവർ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാനായിട്ട് പോണത്. അപ്പോൾ പെൺകുട്ടികൾക്കെതിരായിട്ടുള്ള വിവേചനങ്ങൾ, അവർ ഗർഭാവസ്ഥയിൽ അവർ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന കാലം മുതൽ എന്താണ് പെൺകുട്ടികൾ വിവേചനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭ്രൂണഹത്യ ഉള്ളത്. പെണ്ണാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അപ്പോൾ അതിനെ കൊല്ലാനായിട്ട് നോക്കും. അപ്പോൾ ഇപ്പോൾ നിയമം വഴി എന്താണ് അത് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഈ പറഞ്ഞ പോലെ ഒട്ടും നോർത്ത് ഇന്ത്യയിലൊക്കെ അത്രയും പ്രാകൃതമായിട്ടുള്ള ചില ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭ്രൂണഹത്യകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവൾ സ്വന്തം വീട്ടിൽ തന്നെ സ്വന്തം മാതാപിതാക്കളാൽ മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥകളുണ്ട്. ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടീനെ വിവേചിച്ച് മാറ്റി നിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് മറ്റൊരു സ്ത്രീക്ക് തന്നെയാണ്. ഒരു പക്ഷെ അമ്മയാവണമെന്നില്ല, ചിലപ്പോൾ അവരുടെ അതിന് മുതിർന്ന ആരെങ്കിലും കുടുംബത്തിൽ ആരെങ്കിലും ആയിരിക്കും. പക്ഷെ അതും ഒരു സ്ത്രീ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ കേരള സമൂഹത്തിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ അധികം കണ്ടുവരുന്നില്ലെങ്കിൽ നമ്മളത് അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രാകൃതമായിട്ടുള്ള പല പ്രദേശങ്ങളിലും ഇപ്പോഴും അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കാണാം. ഇനി ആ ഗർഭാവസ്ഥയിൽ നിന്ന് അവളെങ്ങാനും പുറത്ത് വന്നു കഴിഞ്ഞാലോ അപ്പം തൊട്ട് തുടങ്ങായില്ലേ. പെണ്ണായതുകൊണ്ട് വിദ്യാഭ്യാസം അവൾക്ക് നിഷേധിക്കപ്പെടുകയാണ്. അതും സ്കൂൾ വിദ്യാഭ്യാസം അവസാനിക്കുന്നതിന് മുന്നേ മുസ്ലിം ഭാഗമൊക്കെ ഇപ്പോഴാണ് ഒന്ന് നേരെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് 13, 14, 15 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവരെ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുക്കും. ഇപ്പോൾ വിദ്യാഭ്യാസം ചെയ്യാനായിട്ട് അവളെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ടൊന്നും അവൾക്ക് അവിടെ വഴിയില്ല. അത് കഴിഞ്ഞാലോ കല്യാണം വീട്ടിൽ തന്നെ എങ്ങനെയാണ് ആൺമക്കൾക്കാണ് എപ്പോഴും ഇപ്പോൾ എന്തെങ്കിലും നല്ല ഫുഡ് ഉണ്ടാക്കിയാൽ തന്നെ അതിൻ്റെ നല്ലൊരു ഭാഗം സിംഹഭാഗവും എന്താണ് വീട്ടിലെ അച്ഛനും ആൺമക്കൾക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ട് ബാക്കി വരുന്ന ഏറ്റവും ശിഷ്ടമായി വരുന്ന അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ എല്ലാ ഗുണങ്ങളും കഴിഞ്ഞ് കിട്ടുന്നതാണ് ഇവൾക്ക് കിട്ടുന്നത്. ഇതേ വീട്ടിലെ ഇതേ അച്ഛൻ്റെ അമ്മയുടെയും മകളുടെ കാര്യമാണ് ഈ പറയണത്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാലോ സ്വന്തം വീട്ടിൽ ഇതാണ് അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പോകുന്നിടത്ത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട അവസ്ഥയില്ല. അവിടെയും ഇങ്ങനെ വിവേചനം തന്നെ വിവേചനം. അച്ഛനമ്മ നോക്കാത്തടത്ത് പിന്നെ അപ്പുറത്തെ വീട്ടിൽ നോക്കേണ്ട ആവശ്യമില്ല, പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൂടാതെ പിന്നെ ഗാർഹിക പീഡനങ്ങളും. അവസാനം എന്താണ് വിസ്മയുടെ പോലെ ഉത്രയുടെ പോലെ നമ്മളിപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇതുപോലെയുള്ള നിയമങ്ങളും കാര്യങ്ങളും ശിക്ഷകളൊക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ കുറച്ച് ദിവസം മുന്നേ വേറൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് ഗാർഹിക പീഡനം വഴി ആത്മഹത്യ ചെയ്തത് കണ്ടത്. അപ്പം എന്തുകൊണ്ടാണ് ഇവരൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്? ഇവർക്ക് എന്താ നിയമവ്യവസ്ഥയിലേക്ക് പൊക്കൂടെ? ഒരു നിയമം കൊണ്ടും കാര്യമില്ല, വിവേചനമാണ് എല്ലായിടത്തും. അപ്പം എന്താണ് അവരുടെ ഒരവസ്ഥ? ആ സഹികെടുന്ന അവസ്ഥയിൽ അവരെന്ത് ചെയ്യാണ്? അവരവരുടെ ജീവൻ സ്വന്തം അവസാനിപ്പിക്കുകയാണ്. അപ്പം എവിടെ നോക്കിക്കഴിഞ്ഞാലും എത്രയൊക്കെ സമൂഹം വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്ത്രീകളോടുള്ളൊരു വിവേചനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനൊക്കെ ഒരു മാറ്റം വരാനാണ് നമ്മൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. അല്ലെങ്കിൽ എന്താണ് വിദ്യാഭ്യാസത്തിൽ കൂടിയാണ് സ്ത്രീ ശാക്തീകരണം സാധ്യമാവുകയുള്ളൂ എന്ന് നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കൾ പറഞ്ഞത്. അപ്പോൾ വിദ്യാഭ്യാസം എങ്ങനെയാണ് സ്ത്രീകളെ സഹായിക്കുന്നത്? എങ്ങനെയാണ് വിദ്യാഭ്യാസം കിട്ടുമ്പോൾ സ്ത്രീകൾക്ക് എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ അവർ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആകും, അവർക്കൊരു ജോലി കിട്ടും. അപ്പോൾ സ്വന്തം വരുമാനം ഉണ്ടാവുമ്പോൾ ആ സ്ത്രീക്ക് എന്താണ് അവൾക്കൊരു ഉറപ്പുള്ള നട്ടെല്ല് വരികയാണ് എന്തിനും. അത് അവളുടെ സമൂഹത്തിലാണെങ്കിലും അവളുടെ വീട്ടിലാണെങ്കിലും എന്താണ് അവൾക്കൊരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവളുടെ കയ്യിൽ പൈസ ഉണ്ടോ അവൾക്ക് എന്തുണ്ട്? വീട്ടിലും എവിടെയും സമൂഹത്തിലും എന്താണ് ഒരു സ്ഥാനമുണ്ട്. പൈസ ഇല്ലാത്തത് കൊണ്ടാണ് സ്ത്രീകൾ എന്ത് ചെയ്തത്? പുറത്ത് പോയിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്ന പുരുഷന്മാരെക്കാളും കൂടുതൽ ജോലി ആര് ചെയ്യുന്നുണ്ട്? വീട്ടുപണി ചെയ്യുന്ന സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ അധ്വാനത്തിന് വരുമാനം ഇല്ലാത്തത് കൊണ്ടാണ് അവരെ വിലയില്ലാതെ പോയത്. അപ്പോൾ നമ്മൾ വരുമാനമുള്ള ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് ആ സമൂഹത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ എന്താണ് നമുക്കൊരു വിലയുണ്ടാവും, നമ്മുടെ വാക്കിനൊരു വിലയുണ്ടാവും.
പിന്നെ നമ്മളോട് ചെയ്യുന്ന ചൂഷണങ്ങൾക്കെതിരെ, സ്ത്രീകളോട് ചെയ്യുന്ന ചൂഷണങ്ങൾക്കെതിരെ, വിവേചനങ്ങൾക്കെതിരെ ശബ്ദമുയർത്താനായിട്ട് അവർക്ക് പറ്റും. അല്ലെങ്കിൽ എന്താണ്, അവർ മിണ്ടാതെ അങ്ങനെ എല്ലാം സഹിച്ച് സർവം സഹയായ ഭൂമിയെ പോലെ അവരവിടെ അങ്ങനെ ഇരിക്കേണ്ടി വരും. ഇനി ഇപ്പോൾ നമ്മളെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോഴാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും അവർക്കൊരു വിവരം ഉണ്ടാവും. ഇപ്പോൾ അടുക്കളയിൽ പെരുമാറുന്നവരാണെങ്കിൽ കൂടി എന്താണ്, ആ സാധനങ്ങൾ നോക്കി വാങ്ങാനും ലോകപരിചയം അവർക്ക് കൂടുതലായിട്ടുണ്ടാവും. സ്ത്രീകളുടെ ലോകം എന്ന് പറയുന്ന അടുക്കളയോ കുടുംബവുമായി ഒതുങ്ങാതെ എന്താണ്, അവർക്ക് ലോകപരിചയം ഉണ്ടാവും. വിദ്യാഭ്യാസം അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നു. പെൺകുട്ടികളിലെ ആത്മവിശ്വാസവും കഴിവുകളും വർദ്ധിക്കുന്നു. ആവശ്യമെങ്കിൽ ഒരു തൊഴിൽ ഏറ്റെടുക്കാനും അവരെ പ്രാപ്തരാക്കുന്നു. അതിനാൽ കുടുംബത്തിന് സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നു. വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾക്ക് പിന്നീട് വിദ്യാസമ്പന്നരായ അമ്മമാരാകാം. നല്ല ശീലങ്ങളും മൂല്യങ്ങളും കുട്ടികളിൽ വളർത്തിയെടുക്കാൻ വിദ്യാസമ്പന്നരായ അമ്മമാർക്ക് കഴിയുന്നു. വിദ്യാസമ്പന്നരായ അമ്മമാർ കുട്ടികളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നു. ഈ പ്രശ്നങ്ങൾക്ക് കൂടുതൽ അർത്ഥവത്തായ പരിഹാരങ്ങൾ നൽകാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പം ഇതും ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് അതുപോലൊരു സമൂഹത്തിലേക്ക് വരണം. അല്ലാതെ എന്താണ്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മധ്യപ്രദേശിലോ അല്ലെങ്കിൽ അങ്ങോട്ട് കുറച്ചും കൂടിയും പോയി കഴിഞ്ഞാൽ ഹിമാചൽ, ഒറീസ അങ്ങനെയുള്ള പ്രാകൃത ഗ്രാമങ്ങളിൽ നിന്ന് ഒരു സ്ത്രീ പഠിച്ച് ഒരു നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾക്കെതിരെ ആ സ്ത്രീ ശബ്ദം ഉയർത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള പുരുഷവർഗം അല്ലെങ്കിൽ പുരുഷ മേധാവികൾ എന്താ പറയുക, അവൾക്ക് പഠിച്ചതിൻ്റെ അഹങ്കാരമാണെന്ന് പറയുക. ആ വിദ്യാഭ്യാസത്തെ പോലും അവൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത അവളുടെ വിദ്യാഭ്യാസത്തെ പോലും അവരെന്ത് ചെയ്യും, മറ്റൊരു തരത്തിൽ അല്ലെങ്കിൽ അവളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് അവർ മാറ്റിയെടുക്കും. അപ്പോൾ ഒരു സ്ത്രീ അവിടെയും എന്താണ്, സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനം തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ജുവനൈൽ ഡെലിൻക്വൻസി, അതല്ലെങ്കിൽ യുവാക്കളിലെ കുറ്റകൃത്യം. ജുവനൈൽ ഡെലിൻക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾ അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ നിയമം വഴി ശിക്ഷിക്കാനായിട്ട് പറ്റില്ല. അവരെയാണ് നമ്മൾ എന്ത് പറയുക, ജുവനൈൽ. അത്തരം കുറ്റകൃത്യങ്ങളെയാണ് നമ്മൾ ജുവനൈൽ ഡെലിൻക്വൻസി എന്ന് പറയാം. എന്തൊക്കെയാണ് ആ കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജ പ്രചരണം, അക്രമം, മോഷണം, ആത്മഹത്യ, നുണകൾ പറയുന്നത്, മയക്കുമരുന്ന് കടത്തൽ, ലൈംഗിക കുറ്റകൃത്യങ്ങൾ. അപ്പം അതാണ് നമ്മുടെ ജുവനൈൽ ഹോമുകൾ. അപ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങളുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം കുറ്റകൃത്യങ്ങളുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്. അപ്പോൾ ദാരിദ്ര്യം കൊണ്ട് വിശന്ന് വയ്യാണ്ടാവുമ്പോൾ എന്താണ്, അവരെന്ത് ചെയ്യും, മോഷ്ടിക്കാനായിട്ട് തുടങ്ങും. ആദ്യമൊക്കെ അവർ ചോദിച്ചിട്ടുണ്ടാവും, കൊടുക്കാണ്ടാവുമ്പോൾ എന്താണ്, വിശപ്പാണ്, സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോൾ അവർ മോഷ്ടിക്കാനായിട്ട് തുടങ്ങും. പിന്നെ അതങ്ങനെ ഒരു ശീലമാകും. ചിലപ്പോഴൊക്കെ എന്താണ്, മാതാപിതാക്കളും കുട്ടികളെ മോഷ്ടിക്കാനായിട്ട് പ്രേരിപ്പിക്കും. പിന്നെയുള്ളത് മാധ്യമങ്ങളിൽ കാണുന്ന അക്രമം, അത് കുട്ടികളെ ഒരു തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് അത് പ്രോത്സാഹിപ്പിക്കും. സിനിമയിൽ കാണുന്ന ചില വീര കഥാപാത്രങ്ങൾ അവർ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവരതുപോലെ ആവാനുള്ള ഒരു അനുകരണ ശീലം വന്നിട്ട് അതും ചില അക്രമങ്ങൾക്കൊക്കെ കുട്ടികളെ തുനിയിപ്പിക്കാറുണ്ട്. പിന്നെയുള്ളത് മാതാപിതാക്കൾ തമ്മിലുള്ള സ്ഥിരമായിട്ടുള്ള വഴക്കുകൾ. അപ്പോൾ ഇവർക്ക് സന്തോഷമില്ല, വീട്ടിലില്ല, ഇവരെ പ്രശ്നങ്ങൾ. അപ്പോൾ അവർ പതുക്കെ സമൂഹത്തിൽ മറ്റതിലേക്ക് പോകുമ്പോൾ ഇത്തരം കുട്ടികളെ നോക്കിയിരിക്കുന്ന കഴുകന്മാർ അവിടെ ഇരിക്കുന്നുണ്ടാവും, നമ്മൾ അഡോളസൻസിൽ പറഞ്ഞ പോലെ. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരെ കൊണ്ടുപോയിട്ട് പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്കും ഈ കുട്ടികളുടെ ജീവിതം അങ്ങനെ തന്നെ നശിച്ചു പോകും. ഇനി എന്താണ് നമുക്കിതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത്? അപ്പോൾ ജുവനൈൽ ഹോമുകൾ തന്നെയാണ്. അപ്പോൾ ജുവനൈൽ ഹോമുകളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ശരിക്കും അവിടെ നടക്കുന്നത് എന്താണെന്ന് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ജുവനൈൽ ഹോമുകളിൽ കൗൺസിലിങ്ങുകളിലൂടെ കുട്ടികളെ അവർ ചെയ്ത പ്രവൃത്തിയുടെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അവർക്ക് തിരുത്താനുള്ള അവസരങ്ങൾ കൊടുക്കും. അവർക്ക് സ്വയം തൊഴിൽ പഠിപ്പിച്ചു കൊടുക്കും. അവർക്ക് താല്പര്യമുള്ള തൊഴിലിന് വേണ്ടി പലതരം തൊഴിലുകൾ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഇതിനൊരു ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ട് അവർക്ക് വന്നിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ളത്. അപ്പോൾ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ദാരിദ്ര്യവും പട്ടിണിയൊക്കെ തീരും എന്നുള്ള രീതിയിൽ അങ്ങനെ അത് പഠിപ്പിച്ചു കൊടുക്കും. പിന്നെയുള്ളത് ചെറിയ പലിശ നിരക്കിൽ എന്തെങ്കിലും ഒരു വരുമാന മാർഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള സഹായങ്ങൾ ഗവൺമെൻറ് വഴി ഉണ്ടാവും.
പിന്നെ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് മാതാപിതാക്കൾ എപ്പോഴും കുട്ടികളോട് നല്ല സ്നേഹത്തിൽ അവരെ കേൾക്കുന്ന, അവർക്ക് എപ്പോഴും ഓടി വന്ന് കേൾക്കുന്ന ഒരു ആൾക്കാരായിട്ട് മാതാപിതാക്കൾ ഇരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്, അവരിവിടുന്ന് പിടിവിട്ട് പോവില്ല. അപ്പോൾ അവരെ നോക്കിയിരിക്കുന്ന കഴുകൻ കണ്ണുകൾക്ക് അവരെ കിട്ടില്ല. ഇനിയുള്ളൊരു കൂട്ടരാണ് ചൈൽഡ് ലേബറേഴ്സ് അല്ലെങ്കിൽ ബാലവേലക്കാർ. ബാലവേലക്കാർ എന്ന് പറയുന്നത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അതേപോലെ എന്തെങ്കിലും ചെറിയ വരുമാന മാർഗം ഉണ്ടാക്കുന്നവർ, ഇവരെയാണ് നമ്മൾ ബാലവേലക്കാർ എന്ന് പറയാം. 14 വയസ്സിന് താഴെയുള്ളവരും ചെറിയ വരുമാന മാർഗം ഉണ്ടാക്കുന്നവരെയും നമ്മൾ എന്ത് പറയാ, ബാലവേലക്കാർ. ബാലവേല നമ്മൾ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം കൊടുക്കണം എന്നാണ്. അപ്പോൾ എവിടെ ഏതെങ്കിലും കുട്ടി ബാലവേല ചെയ്യണ കണ്ട അപ്പോൾ വിളിച്ചോ, ആ കുട്ടീനെ രക്ഷിക്കാം. എന്തൊക്കെയാണ് ബാലവേലയുടെ കാരണങ്ങൾ നോക്കാം. ഒന്ന് ദാരിദ്ര്യമാണ്. പിന്നെ വരുന്നത് അനാഥരും ഉപേക്ഷിക്കപ്പെട്ടവരും തിരസ്കരിക്കപ്പെട്ടവരുമായിട്ടുള്ള കുട്ടികൾ, ഇങ്ങനെ ആരുമില്ലാതെ വഴിയോരങ്ങളിലൊക്കെ ഉപേക്ഷിച്ചു പോയിട്ടുള്ള കുട്ടികൾ. പിന്നെ പരമ്പരാഗത തൊഴിലുകളിൽ കാഴ്ചശക്തിയുള്ളവരുടെയും വേഗതയുള്ളവരുടെയും ആവശ്യകത. അപ്പോൾ ചില തൊഴിലുകളൊക്കെ ചെയ്യാനായിട്ട് ഇത്തരം കുട്ടികൾ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ആവശ്യകത കൊണ്ട് ഇത്തരം കുട്ടികളെ നോക്കും. കൂലി കുറഞ്ഞതും പ്രതികരിക്കാത്തതുമായ തൊഴിലാളികളുടെ ആവശ്യം. ഇവറ്റങ്ങൾക്കാകുമ്പോൾ ഇവർക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. എന്തെങ്കിലും കൊടുത്താൽ ഓക്കെ കൂലി, പിന്നെ ഇവർ പ്രതികരിക്കാൻ പാടില്ല. വലിയ ആൾക്കാരാണല്ലോ, പ്രതികരിച്ചു കഴിഞ്ഞാലും 2 കൊടുത്ത് അവിടെ ഇരുത്താം. അപ്പം അങ്ങനെയുള്ള കാരണങ്ങളൊക്കെയാണ് കുട്ടികളെ ഇത്തരം ജോലികൾക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഇനി എന്തൊക്കെയാണ് കുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോഴുള്ള ഫലങ്ങൾ അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങളെന്ന് നോക്കാം. അസൗകര്യമായ സാഹചര്യങ്ങളിൽ കൂടുതൽ നേരം ജോലി ചെയ്യാൻ കുട്ടികൾ നിർബന്ധിതരാകുന്നു. ഇത് പലതരം വൈകല്യത്തിനും കാരണമാകുന്നു. കുട്ടികളാണല്ലേ, ഞങ്ങളെ 12 മണിക്കൂർ 16 മണിക്കൂറൊക്കെ ജോലി ചെയ്യിച്ചു കഴിഞ്ഞാൽ അവർക്ക് വയ്യാണ്ടാവും. അവർക്ക് ഇത്തരം വലിയ ചുമടുകളൊക്കെ അവരെടുത്തു കഴിഞ്ഞാൽ പതുക്കെ കൂനും അവരെ നട്ടലിനൊക്കെ പ്രശ്നങ്ങൾ വരും. അവർ ശുചിത്വമില്ലാത്ത അവസ്ഥയിൽ പ്രവർത്തിക്കുകയും പലപ്പോഴും പകർച്ചവ്യാധികൾ അനുഭവിക്കുകയും ചെയ്യുന്നു. സ്കൂൾ വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്നതിനാൽ രാജ്യത്തെ നിരക്ഷരരുടെ എണ്ണം വർദ്ധിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം അവർക്ക് നഷ്ടമാകുന്നു. ഇനി എന്തൊക്കെയാണ് ഈ ബാലവേലയുടെ പ്രശ്നങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബാലവേലയുടെ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം. അനൗപചാരിക വിദ്യാഭ്യാസത്തിന് അവസ്ഥകൾ ഉണ്ടാകുന്നു. അതായത് നമ്മളിപ്പോൾ ബാലവേല ചെയ്യിക്കുമ്പോഴും എന്താണ്, ഇത്രയും സമയങ്ങളൊന്നും എടുക്കാതെ, ബാലവേല ചെയ്യാനേ പാടില്ല. അപ്പോൾ കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കൂടി എന്താണ്, സമയം കുറച്ചുകൊണ്ട് അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ കൂടെ കൊടുക്കുക, ഈ ജോലി ഉടമസ്ഥൻ ചെയ്തു കൊടുക്കുക. പിന്നെ കുട്ടികൾ ഈ ജോലി ചെയ്യുന്ന ജോലിയുടെ പ്രതികൂലമായിട്ടുള്ള പ്രത്യാഘാതങ്ങളൊക്കെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. അതിന് വേണ്ട പ്രിക്കോഷൻസ് നമ്മൾ അവർക്ക് വേണ്ടി സ്വീകരിക്കാം. മെഡിക്കൽ ക്യാമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് നടത്തുക. അപ്പോൾ അവർക്ക് വേണ്ട ചികിത്സാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. ഇനി അവർ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും വൃത്തിയുള്ളതും സഞ്ചാരമുള്ളതും ഒക്കെ ആക്കി മാറ്റാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ആ പ്രശ്നങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ബാലവേലയുടെ ഒരു കാര്യം. ഇനി എന്തൊക്കെയാണ് കുട്ടികളിലെ ശാരീരിക വൈകല്യങ്ങൾ പ്രധാനമായിട്ട് വരുന്നത്. അതിലൊന്ന്, കുട്ടികൾക്ക് അംഗവൈകല്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അന്ധത വരുന്നുണ്ട്, ബധിരതയും മൂകതയും. അപ്പോൾ കേൾക്കാനും പറയാനും സംസാരിക്കാനും പറ്റാത്ത അവസ്ഥകളാണ് വരുന്നത്. അംഗവൈകല്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് കൈയിനോ കാലിനോ, അതായത് പേശികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. അപ്പോൾ കൈയിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, കൈയില്ലായ്കളോ വിരലില്ലായ്കളോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ കാല് ഒടിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അന്ധത എന്ന് പറയുന്നത് കണ്ണ് കാഴ്ച ഇല്ല, ഒന്നുകിൽ ഭാഗികമായിട്ട് അല്ലെങ്കിൽ എന്താണ് പൂർണ്ണമായിട്ടും കാഴ്ചയില്ലാത്ത അവസ്ഥ വരിക. ബധിരത എന്ന് പറയുന്നത് കേൾവിയില്ല. മൂകത എന്ന് പറയുന്നത് സംസാരിക്കാനായിട്ട് പറ്റില്ല. നമുക്ക് എങ്ങനെ ഇവരെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവരെ ഒരിക്കലും ഇങ്ങനെയുള്ള കുട്ടികളെ ആ ഒരു രീതിയിൽ നമ്മൾ ഇപ്പോൾ കേൾക്കാത്തവരെ പൊട്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ കളിയാക്കാനായിട്ട് അവരെ പാടില്ല. അപ്പോൾ അവർക്കത് വലിയ വിഷമം ഉണ്ടാക്കും. അവരുടെ കുറവുകളെ നമ്മൾ പറഞ്ഞ് വേദനിപ്പിക്കാനായിട്ട് പാടില്ല. സ്നേഹവും പരിചരണവും അവർക്ക് സഹായവും പ്രോത്സാഹനവും ഒക്കെ നമുക്ക് കൊടുക്കണം. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇത്തരം കുറവുകളുള്ള ആൾക്കാർ സമൂഹത്തിൻ്റെ വലിയ വലിയ നിലകളിൽ എത്തിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു കുറവ് ദൈവം അവിടെ കൊടുക്കുമ്പോൾ ആ കുറവും കൂടി നികത്തിക്കൊണ്ട് കുറച്ച് കൂടുതൽ ദൈവം വേറെ ഏതെങ്കിലും നിലയിൽ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ കഴിവുകൾ കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ അത് വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പോൾ ഒരു
എന്തെങ്കിലും അംഗവൈകല്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ അതിന് വേണ്ടിയിട്ടുള്ള സ്കൂളുകളിൽ ആദ്യം കൊണ്ടുപോയി ചേർത്തിട്ട് അവരെ ആ ഒരു വൈകല്യത്തോടു കൂടി സമൂഹത്തെ അഭിമുഖീകരിക്കാനും ആ വൈകല്യത്തിൽ ജീവിക്കാനും വേണ്ടിയിട്ട് നമ്മളതിനെ പ്രാപ്തനാക്കണം അല്ലെങ്കിൽ പ്രാപ്തയാക്കണം. അപ്പോൾ ആ സ്കൂളിലുള്ള ജീവിതം അതിനതിന് സഹായിക്കും. അപ്പോൾ ഒപ്പമുള്ളവരും ഏകദേശം അതുപോലെയൊക്കെ ആകുമ്പോൾ പിന്നീട് എന്താണ്, സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി കഴിയുമ്പോൾ നമുക്കതിനെ നോർമലായിട്ടുള്ള സ്കൂളുകളിൽ കൊണ്ട് ചേർക്കുമ്പോൾ ആ കുട്ടി അങ്ങനെയായിട്ട് മാറും. അതേപോലെ അന്ധരായിട്ടുള്ള കുട്ടികളാണെങ്കിൽ ബ്രെയിലി സ്ക്രിപ്റ്റ് വഴി അവർക്ക് പഠിക്കാനും ഒക്കെ പറ്റും. കേൾവിയും സംസാരിക്കാനും പറ്റാത്തവർക്ക് ലിപ്പ് മൂവ്മെൻറ്റുകൾ വഴിയോ അല്ലെങ്കിൽ കേൾവി സഹായികളൊക്കെ വെച്ചിട്ട് നമ്മൾ അവരുടെ കുറവുകൾ വെച്ചുകൊണ്ട് തന്നെ അവർക്കത് മുന്നോട്ട് പോകാനുള്ള വഴിയിൽ നമ്മളവരെ സഹായിക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളെ കുറിച്ചിട്ടാണ്. ലൈംഗിക രോഗങ്ങളെക്കുറിച്ച്, ലൈംഗികതയിലൂടെ പകരുന്ന രോഗങ്ങൾ. അത് RTI, STD, എയ്ഡ്സ്, HIV. അപ്പോൾ RTI എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ചില ലൈംഗിക അവയവങ്ങളിൽ ചില സൂക്ഷ്മജീവികൾ, വൈറസോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാക്ടീരിയാസോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലൈംഗിക ബന്ധത്തിലൂടെ എന്താണ്, അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാം. ഇതിനെയാണ് RTI എന്ന് പറയാം. STD എന്ന് പറയുന്നത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. അതിന് എക്സാമ്പിളുകളാണ് സിഫിലിസ്, ഗൊണേറിയ, അങ്ങനെയുള്ള 2 അസുഖങ്ങൾ. അപ്പോൾ ഗൊണേറിയ ഇതുപോലെ തന്നെ സെക്ഷുവൽ ഇൻ്റർകോഴ്സ് വഴി പകരുന്നതാണ്. അപ്പോൾ ഗൊണേറിയ ബാധിച്ച് 2-5 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ പറ്റും. പക്ഷേ സിഫിലിസ് ബാധിച്ചു കഴിഞ്ഞാൽ 10-90 ദിവസങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ സിംറ്റംസ് നമ്മുടെ ബോഡിയിൽ കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സിഫിലിസിൻ്റെ, ഈ ഗൊണേറിയ, സിഫിലിസ്, അതിൻ്റെയൊക്കെ ലക്ഷണങ്ങളെന്ന് നോക്കാം. തൊണ്ടയിലും ജനനേന്ദ്രിയത്തിലും വ്രണവും ചർമ്മത്തിൽ പനിയും അനുഭവപ്പെടുക, കൈകാലുകളിൽ തടിപ്പുണ്ടാവുക, വായിലെ വെളുത്ത പാടുകൾ, അരിമ്പാറ, രോഗബാധിത ഭാഗങ്ങളിൽ രോമ വളർച്ച. ഇതിൻ്റെ പ്രതിരോധം എന്ന് പറയുന്നത് ഒരൊറ്റ വ്യക്തിയുമായി മാത്രം ലൈംഗിക ബന്ധം പുലർത്തുക, അതുപോലെ തന്നെ പ്രോസ്റ്റിറ്റ്യൂഷൻ അവസാനിപ്പിക്കുക, ഉചിതമായ വൈദ്യ ചികിത്സ നടത്തുക. ഇനിയുള്ളത് എയ്ഡ്സും HIV-യും കണക്റ്റഡ് ആണ്. അതായത് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗമുണ്ടാക്കുന്ന വൈറസാണ് എന്ത്, HIV. അപ്പോൾ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, ഇതുണ്ടാക്കുന്ന ഇതൊരു വൈറൽ ഡിസീസാണ്. അതുണ്ടാക്കുന്ന വൈറസാണ് HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഇത് HIV-1, HIV-2 എന്ന് പറയുന്ന 2 വൈറസുകളുണ്ട്. ഇതൊരു റിട്രോ വൈറസാണ്. അപ്പോൾ ആക്ച്വലി എയ്ഡ്സ് ബാധിച്ചു കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ആ രോഗം തിരിച്ചറിയാനായിട്ട് പറ്റുക. 15-16 വർഷങ്ങൾക്ക്, 10-15 വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ആ രോഗം, നമ്മുടെ ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങാം. പക്ഷേ എയ്ഡ്സ് ബാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു HIV വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ അതിൻ്റെ ആൻറ്റിബോഡി വികസിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ അതിൻ്റെ ടെസ്റ്റാണ് എലിസ ടെസ്റ്റ്. ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 മാസത്തിനുള്ളിൽ HIV വൈറസ് ഉള്ളിലുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ചില HIVs, അതായത് HIV 1, 2 എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൽ ചില HIVs എന്താണ് 6 മാസം വരെ എടുക്കും. അപ്പോൾ നമ്മളൊരു എലിസ ടെസ്റ്റ് നടത്തിയിട്ട് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം കൂടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 6 മാസം കൂടെ കഴിഞ്ഞാൽ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം ചിലത് 6 മാസം കൂടെ കഴിയും ഒന്നിങ്ങനെ അറിയാനായിട്ട്. അപ്പോൾ നമുക്ക് നേരത്തെ അത് അറിയാൻ പറ്റും. പക്ഷെ നമ്മളിങ്ങനെ നോക്കാണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ്, ലക്ഷണങ്ങൾ പ്രകടമാവാൻ വേണ്ടിയിട്ട് എന്താണ് 10-15 വർഷങ്ങൾ എടുക്കും വൈറസ് കയറിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, HIV വൈറസ് നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്നത് നമ്മുടെ ബ്ലഡിലുള്ള WBC ആണ്, അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽ, അല്ലെങ്കിൽ ശ്വേതരക്താണുക്കളാണ്. ആ ശ്വേതരക്താണുക്കളെയാണ് ഈ വൈറസ് വന്നിട്ട് ആക്രമിക്കുന്നത്. അപ്പോൾ ഈ ശ്വേതരക്താണുക്കളിലെ ലിംഫോസൈറ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ അവരാണ് നമുക്ക് പ്രതിരോധശേഷി നൽകുന്നത്. അവരെ വന്ന് ആക്രമിച്ചിട്ട് നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ അത് തകരാറിലാക്കും. നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ഈ വൈറസ് തകരാറിലാക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, പെട്ടെന്ന് നമുക്ക് മറ്റു അസുഖങ്ങൾ വരും. നമുക്ക് ചുറ്റും ഇങ്ങനെ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളുണ്ട്, അവരൊക്കെ നമ്മുടെ ഉള്ളിൽ കയറി പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം ശക്തമായതുകൊണ്ട് നമ്മളെ ബാധിക്കുന്നില്ല എന്ന് മാത്രം.
ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പനിയൊക്കെ വന്ന് പോകണില്ലേ, ആ പനിയൊക്കെ എന്താണ്, നമ്മുടെ രോഗപ്രതിരോധമാണത്. നമുക്ക് എന്തോ അസുഖം വരാൻ പോയതാണ്, നമ്മുടെ ശരീരം അതിനെ പനിപ്പിച്ച് കളഞ്ഞതാണ്. പക്ഷേ ഈ രോഗപ്രതിരോധ സംവിധാനം തകരാറിലായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. നമുക്ക് എല്ലാവരും ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. വരുന്നവരൊക്കെ എന്താണ്, കയറി അവിടെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഒരു എയ്ഡ്സ് ബാധിച്ച ഒരാൾ മരിക്കുന്നത് ആക്ച്വലി എന്താണ്, വേറെ എന്തെങ്കിലും അസുഖം വന്നിട്ടാണ്. ഇപ്പോൾ വല്ല എയ്ഡ്സോ അല്ലെങ്കിൽ അയാൾ പോയി എയ്ഡ്സ് അല്ല, ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ അയാൾ പോയി ആത്മഹത്യ ചെയ്യോ അല്ലാത്തൊരവസ്ഥ ഞാൻ പറയണ കേട്ടോ. നോർമലി എന്താണ്, ആൾക്ക് വേറെ അസുഖങ്ങൾ ബാധിച്ചിട്ടായിരിക്കും അയാൾ മരിക്കുക. കാരണം എന്താണ്, അയാളെ രോഗപ്രതിരോധ സംവിധാനം തകരാറിലാവും. ആരെ തകരാറിലാക്കുന്നത്? HIV വൈറസ്. ഇതാണ് എയ്ഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എയ്ഡ്സ് ഉണ്ടോയെന്ന് അറിയാനുള്ള ടെസ്റ്റാണ് എലിസ ടെസ്റ്റ്. എയ്ഡ്സ് എങ്ങനെയൊക്കെയാണ് പകരുക? എയ്ഡ്സ് എങ്ങനെയൊക്കെയാണ് പകരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എയ്ഡ്സ് ഉള്ള ഒരാളുടെ രക്തം മറ്റൊരാൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ എയ്ഡ്സ് ഉള്ള ഒരാളെ കുത്തിയ സിറിഞ്ചിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷണൽ എക്യുപ്മെൻറ്റ്സോ മറ്റൊരാൾക്ക് അണുവിമുക്തമാക്കാതെ ഉപയോഗിക്കുക. എയ്ഡ്സ് ഉള്ള അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് അമ്മയുടെ പാല് കുടിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയത്ത് അമ്മയുടെ കുഞ്ഞിന് ബ്ലഡ് കലരും ആ സമയത്തോ, അല്ലെങ്കിൽ എന്താണ്, എയ്ഡ്സ് ഉള്ള ഒരാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴിയോ, ഈ ഒരു വഴിയിലൂടെ മാത്രമേ എന്ത് പകരുള്ളൂ? എയ്ഡ്സ് പകരുള്ളൂ. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ എന്താണ്, എയ്ഡ്സ് ഉണ്ടെങ്കിൽ ആൾ നല്ല ആളല്ല എന്നൊരു ചിന്താഗതി ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ആൾക്ക് എപ്പോഴെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഒരു ബ്ലഡ് സ്വീകരിച്ചിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ അയാൾക്ക് അങ്ങനെ ഉണ്ടാവുമായിരിക്കും, അല്ലേ? അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ പാവ മനുഷ്യൻ എന്താണ്, ഈ ഒരു പേരിലാണ് അറിയപ്പെടുക. സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷേ ഈ 4 വഴി കൂടെ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ? എയ്ഡ്സ് പകരുള്ളൂ. അപ്പോൾ നമ്മൾ എയ്ഡ്സുള്ള ഒരാളൊന്ന് കെട്ടിപ്പിടിച്ചു, ഇനി അയാൾക്കൊരു ഉമ്മ കൊടുത്തു, അല്ലെങ്കിൽ അയാൾ കഴിച്ച പാത്രത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു, ഇനി അയാളുടെ ഒപ്പം ഒന്ന് ബെഡിൽ കിടന്ന് ഉറങ്ങി, അല്ലെങ്കിൽ അയാളിട്ട വസ്ത്രം ഇട്ടു, അല്ലെങ്കിൽ അയാൾ കുളിക്കുന്ന കുളത്തിൽ ഒരുമിച്ചൊന്ന് കുളിച്ചു, ഇതുകൊണ്ടൊന്നും എന്ത് സംഭവിക്കില്ല? നമ്മൾക്ക് എയ്ഡ്സ് പകരില്ല. ഈ 4 വഴി കൂടെ മാത്രമാണ് നമുക്ക് എയ്ഡ്സ് പകരുള്ളൂ. അപ്പം ഇങ്ങനെയാണ് എയ്ഡ്സ് പകരാം. ഇനി എന്തൊക്കെയാണ് എയ്ഡ്സിൻ്റെ ലക്ഷണങ്ങൾ? ഇനി എയ്ഡ്സിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നിരന്തരമായ ക്ഷീണം, കടുത്ത ഭാരം കുറയൽ, രാത്രിയിലെ വിയർക്കൽ, ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന പനി, 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന വയറിളക്കം. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, എയ്ഡ്സിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സുരക്ഷിത മാതൃത്വം. അതായത് മാതൃത്വം എന്ന് പറയുന്നത് വളരെ വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ വളരെ കുറവാണ്. പക്ഷെ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ, പ്രസവത്തിൽ അമ്മ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 132 സ്ത്രീകൾ ഗർഭിണികളാവുകയാണെങ്കിൽ അതിലൊരാൾ മരിച്ചു പോകുന്നുണ്ട്, അല്ലെങ്കിൽ പ്രസവത്തിൽ മരിക്കുന്നുണ്ടെന്നാണ് പറയണത്. പ്രതിവർഷം ലോകത്തിൽ 6 ലക്ഷം സ്ത്രീകൾ ഗർഭാവസ്ഥയിൽ പ്രസവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ പ്രശ്നങ്ങൾ മൂലം മരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ പ്രാകൃതമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും, കാരണം ഹോസ്പിറ്റലുകളൊന്നും കൊണ്ടുപോകാതെ വീടുകളിൽ പ്രസവം നടത്തുക വഴിയൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ പ്രസവത്തിൽ മരിക്കുന്ന കേസുകളൊക്കെ ഇന്ന് ഉണ്ടാവുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് സുരക്ഷിത മാതൃത്വം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വരുന്നത്. അതായത് പ്രസവത്തിൽ അമ്മയൊന്നും മരിക്കരുത്, അമ്മയും കുഞ്ഞും സുഖമായി ഇരിക്കണം. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിലുള്ള ഗർഭധാരണം ഒഴിവാക്കുക. അതായത് 18 വയസ്സിന് മുൻപും 35-37 വയസ്സിന് ശേഷവുമുള്ള ഗർഭധാരണം ഒഴിവാക്കുക. അപ്പോൾ ഗർഭം ധരിക്കാനായിട്ട് ഏറ്റവും നല്ല പ്രായം എന്ന് പറയുന്നത് എപ്പോഴാണ്? 18 വയസ്സിനും 35-37 വയസ്സിനും ഇടയിൽ. അപ്പോൾ അതിന് മുന്നും മറ്റേതിന് ശേഷമുള്ള റിസ്കുകൾ നമുക്ക് ഒഴിവാക്കാം. ഗർഭധാരണങ്ങൾക്കിടയിൽ, ഇപ്പോൾ പ്രസവങ്ങൾക്കിടയിൽ 2 വർഷത്തെ ഗ്യാപ്പെങ്കിലും എടുക്കാം. കുട്ടികളുടെ എണ്ണം 2-3 ആയിട്ട് ചുരുക്കാം. അപ്പോൾ ഇതിൽ കൂടെയൊക്കെ നമുക്ക് മാതൃത്വത്തെ സുരക്ഷിതമാക്കാം. പിന്നെ എന്തൊക്കെ വേറെ മുൻകരുതലുകളാണ് വേണ്ടതെന്ന് നോക്കാം. ഗർഭാവസ്ഥയിലെ പരിചരണത്തിനും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പ്രസവത്തിനുമായിട്ടുള്ള നമുക്കൊരു നല്ല നേഴ്സ് അല്ലെങ്കിൽ അതിന് പറ്റിയുള്ള ഡോക്ടേഴ്സിനെ നമ്മൾ പോയി കാണാം. ഡെലിവറികളിൽ വിദഗ്ധനായിട്ടുള്ള ഒരാളുടെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് രക്തം വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ശസ്ത്രക്രിയ വേണം, ഒക്കെ നമുക്ക് അവസാന നിമിഷത്തിലായിരിക്കും നമുക്കിതൊക്കെ ആവശ്യം വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റൽ തേടി നമ്മൾ പോവുക. അല്ലാണ്ട് ആ സമയത്ത് കൊണ്ടുപോകാൻ നിൽക്കാതെ ഇതൊക്കെയുള്ള ഒരു സ്ഥലം നോക്കി നമ്മൾ പ്രസവിക്കാനായിട്ട് പോവാം.
നവജാത ശിശുവിനെ വൃത്തിയായി സൂക്ഷിക്കണം. കുടൽ മുറിച്ച് ബാക്ടീരിയ പ്രവേശിക്കാത്ത വിധത്തിൽ കെട്ടി വൃത്തിയായി സൂക്ഷിക്കാം. മുലയൂട്ടൽ എത്രയും വേഗം നടത്തണം. കാരണം എന്താണ്? ആദ്യകാല മുലപ്പാൽ കുട്ടിക്ക് സ്വാഭാവിക പ്രതിരോധ ശേഷി നൽകുന്നു. ഇങ്ങനെയൊക്കെ നമ്മുടെ മാതൃത്വത്തെ നമുക്ക് സുരക്ഷിതമാക്കാം. ഇനി അതേപോലെ കുട്ടികളിലെ മാനസിക വൈകല്യങ്ങൾ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ, മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്ദ്യം കുട്ടികളെ കാണാം അല്ലേ? അവിടെ സ്കൂളുകളും സ്കൂൾ ബസ്സുകളൊക്കെ നമ്മളങ്ങനെ പോണേ കണ്ടിട്ടുണ്ട്. അപ്പം മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ തലച്ചോറിന് അല്ലെങ്കിൽ അതിൻ്റെ ക്രോമോസോമുകൾ ജനിതക ഘടനയ്ക്കൊക്കെ എന്തെങ്കിലും മാറ്റം വന്നതുകൊണ്ടാണ് അവരങ്ങനെയായി പോയത്. ഒന്നുകിൽ മസ്തിഷ്കത്തിൽ ഏതെങ്കിലും മുഴകൾ വരിക, അല്ലെങ്കിൽ കീടനാശിനികൾ, നമ്മുടെ എൻഡോസൾഫാൻ ദുരിതബാധിതർ ഇപ്പോഴും ഉണ്ട് നമുക്കറിയാം അല്ലേ? പിന്നെ തലച്ചോറിലുള്ള ഓക്സിജൻ്റെ അഭാവം, ജനന സമയത്ത് ഉപയോഗിച്ച ഉപകരണങ്ങളിൽ നിന്ന് തലച്ചോറുണ്ടായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ക്ഷതം, ഇതൊക്കെ കൊണ്ടാണ് ആ കുട്ടികൾ അങ്ങനെ ആയി മാറുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് അവരെ സഹായിക്കാനായിട്ട് പറ്റുക? ഈ കുട്ടികളെ നമ്മൾ മണ്ടൻ, വിഡ്ഢി അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും അവരെ വിളിക്കാൻ പാടില്ല. കുട്ടികളെ നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ അവരെ സഹായിക്കണം. അവരെ കളിയാക്കാനോ അങ്ങനെയൊന്നും പാടില്ല. കുട്ടികളെ നമ്മൾ അവരെ പതുക്കെ ഡ്രസ്സ് ചെയ്യിക്കാനും അവരുടെ കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് നമ്മൾക്ക് ഒരുപാട് ക്ഷമ ആവശ്യം വേണം അവരെ സഹായിക്കാനായിട്ട്. കാരണം നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും അവർ ചെയ്യില്ല. വളരെ ക്ഷമയോടുകൂടി നമ്മൾ അവരെ കൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ അവരെ പഠിപ്പിക്കണം. ഈ മാനസിക വൈകല്യം അത്രയ്ക്കൊന്നധികം മെൻ്റൽ റിട്ടാർഡേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ നമ്മളുടെ രീതിയിൽ അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങളിൽ നമുക്ക് അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെറിയ ചെറിയ വീട്ടു ജോലികളൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒപ്പം കൊണ്ട് നടക്കാം. ഇനി ഇങ്ങനെയുള്ള കുട്ടികളെ പ്രത്യേക സ്കൂളുകളിൽ ചേർക്കാം. പിന്നെ അവരെ അവർക്ക് വരുമാനമുണ്ടാക്കുന്ന ചെറിയ തൊഴിലുകൾ അവരെ നമുക്ക് ശീലിപ്പിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരാം. ഇങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ കുറേ കാര്യങ്ങൾ. അപ്പം നമുക്ക് തോന്നും ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞു കൊടുത്ത് എന്തിനാണ് ഈ HIV കാര്യമൊക്കെ പറഞ്ഞതെന്ന് നമുക്ക് തോന്നും. കാരണം ലൈംഗികമായിട്ട് കുട്ടികൾ ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ HIV ഒക്കെ അവർക്കും ബാധിക്കാവുന്നതാണ്. അപ്പോൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടു പോയിട്ടും അല്ലാതെയും നാടോടി പിള്ളേരെയും അല്ലാതെയും ഒക്കെ എന്താണ് ഇത്തരം വികൃത സ്വഭാവമുള്ള ആൾക്കാരാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ പല ആളുകളുമായിട്ട് ബന്ധമുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ കുട്ടികൾക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ അങ്ങനെ ഒരു കാര്യം കൂടെ വന്നത്. അപ്പോൾ ഇതൊക്കെ നല്ലോണം എടുത്ത് പഠിക്കാനൊന്നുമില്ല, നമ്മൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കാനാണ്. അപ്പോൾ നല്ലോണം വായിച്ച് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇതാണ് ഈ ചാപ്റ്റർ. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.